മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പോലും എന്റെ ജനാസയ്ക്ക് ആ പ്രത്യേകമായിട്ടോ വസിയത്ത് ഏൽപ്പിച്ചിരുന്നത് ആരെയാ? പ്രിയപ്പെട്ടവരെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വിട്ടിരുന്നത് ആരുടെ അടുത്ത? ഈജിപ്തിന്റെ പൊൻകുടീരമായ വഹദി ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അവതാരങ്ങളിൽ ഈ ചരിത്രമെല്ലാം കാണാൻ കഴിയുന്നില്ലേ? അന്യം നിന്നു പോകാൻ പാടില്ല. ഉത്തമ കുടുംബത്തിന്റെ അവസ്ഥയിൽ നിന്നും അത് അധപ്പതിച്ചു പോകും. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു മക്കള് മുതൽ നല്ലതാ കേൾക്കേണ്ടത് കുടുംബത്തിൽ. അപ്പോ വഴക്കും വക്കാണവും ഉണ്ടാക്കാൻ ഒരു ഭർത്താവിനും ഭാര്യക്കും കുടുംബത്തിൽ സമയമില്ല. അങ്ങനെ എങ്ങാനും വഴക്കിന്റെ വാക്കുകൾ വന്നു പോയാൽ അത് കേട്ട് പഠിക്കുന്നത് തീർച്ചയായും മക്കളായിരിക്കും. ആ മക്കളാ പിന്നെ വീട് വിട്ടു പോകുന്നത്. ആ കുടുംബത്തിന്റെ ഉത്തമ അവസ്ഥ പിന്നെ നഷ്ടപ്പെട്ടു പോകുകയാ. എന്തിനാ വഴക്ക്? പ്രിയപ്പെട്ടവരെ, വഴക്ക് വേണോ വേണ്ട? അല്ലാഹു പറഞ്ഞു, വഴക്കിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന പെൺകുട്ടികളെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഉത്തമ കുടുംബത്തിന്റെ നായകൻ പുരുഷനാ. അല്ലാഹു പറഞ്ഞു, ആരാ വഴക്കുണ്ടാക്കുന്നത്? ഏത് വിഷയത്തിലാ? പിണക്കത്തിന്റെ സാഹചര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, പിണങ്ങുന്ന ചില പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഖുർആൻ പറയുന്നു, എന്താ പിണക്കത്തിന്റെ ആധാരം? കാരണം പ്രിയപ്പെട്ടവരെ, കറിക്ക് ഉപ്പ് കുറഞ്ഞു കൂടി, അതിന്റെ പേരിൽ ഭർത്താവ് ഉദ്യോഗസ്ഥന്മാര് കറിയുടെ പാത്രം എടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു വീടിന് വിട്ടുപോകുന്ന പിണക്കത്തെയല്ല ഖുർആൻ പിണക്കമെന്ന് പറഞ്ഞത്. അതൊക്കെ നിസ്സാര വിഷയങ്ങളാ. ഇന്ന് വിവാഹമോചനത്തിന്റെ ഓരോ കഥകൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. അതിന് മതങ്ങളുടെ മറയില്ല. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു സംഭവം ഒരു പത്രത്തിൽ വായിക്കാൻ പറ്റി. രാവിലെ എഴുന്നേറ്റ ഭർത്താവിന് ടൂത്ത് പേസ്റ്റ് ബ്രഷിൽ എടുത്ത് വെച്ചു കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ഡൈവേഴ്സ്, വിവാഹമോചനം നടത്തി പോയ ഭർത്താവ്. ദുഷ്ടന്മാർ, കസ്മലന്മാർ. ഇതൊരു കാരണമാണോ? ഖുർആൻ എത്ര ശ്രദ്ധിച്ച ഒരു കുടുംബത്തിന്റെ ഉത്തമ അവസ്ഥയെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഈ ആയത്തുകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കണേ. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, പിണങ്ങുന്ന പെണ്ണുങ്ങളോ അഥവാ 5 നേര നിസ്കാരം മുടക്കുന്ന പെണ്ണുങ്ങളോ തീർച്ചയായിട്ടും പിണക്കക്കാരികളാ. ഭർത്ത ധരിക്കാത്ത, ദീനീവേഷം ധരിക്കാത്ത ഏതെങ്കിലും പെണ്ണുകളുണ്ടെങ്കിലോ ഈ വഅള് കേൾക്കുന്ന നിമിഷം മനസ്സ് മാറ്റണേ പൊന്നുമോളെ. എത്രയോ സ്ഥലങ്ങളിൽ, കുത്തുപറമ്പ് പരിസരങ്ങളിൽ, കണ്ണൂരിന്റെ മട്ടന്നൂരിന്റെ പല തട്ടുകളിലും ഞാൻ എന്റെ കൺകൊണ്ട് പാർത്തിട്ടുണ്ടോ. വീടുകളിൽ നിന്നും ഇറങ്ങുന്ന +1 +2 മക്കളോ അന്തസ്സായി തലയിൽ തട്ടമിട്ടിറങ്ങിയിട്ട് വാപ്പയെയും ഉമ്മയെയും ഭയപ്പെടുന്ന പൊന്നുമോളോ റോഡിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെ പരമശിവൻ പാമ്പ് ചുറ്റുമാതിരി ഈ ഷാളെടുത്ത് കഴുത്തിൽ കുടുക്കിയിട്ട് ഒറ്റ പോക്കാ. ആരെ പറ്റിക്കാനാ? പടച്ചോമില്ല, അതിന് ക്ഷമയില്ല. അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാ. പിന്നെ അതെങ്ങനെ ഉസ്താദിനെ കാണുമെങ്കിൽ അതൊക്കെ എങ്ങനെ എടുത്തിട്ട് വീണ്ടും ഉസ്താദ് പോകുമ്പം കാറ്റ് വീഴ്ച ഇങ്ങനെ പോകും. ഇതാ സാധനം. എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നിങ്ങൾ തന്നെയാ ഭാവിയിൽ കുടുംബത്തിന്റെ ഉദാത്തമായ ഉത്തമമായ കുടുംബത്തിന്റെ കുടുംബിനികളായി കടന്നു വരേണ്ട നിങ്ങളോ കണിശമായിട്ടും ഇസ്ലാമിക വേഷം ശീലിച്ചേ മതിയാകൂ. ഇത്തരം അനിവാര്യമായ ഘടകങ്ങളിൽ വീഴ്ച വരുത്തുമ്പോ ആ പെൺകൊടികൾ ഭാര്യമാര് പിണക്കക്കാരികളാ എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താ പരിഹാരം? അടിക്കലോ തല്ലലോ അല്ല, ഖുർആൻ ശാസ്ത്രീയമായി ഇടപെടുന്നു. പറഞ്ഞു കൊടുക്കണോ? പ്രിയപ്പെട്ട ഭർത്താവേ, പൊന്നു സോദര, നിനക്ക് ഇച്ചിരി വഴന്നു പറയാപ്പ അറിയണേ. ഇപ്പൊ നീ വഴന്നേക്കുന്ന വെള്ളിയാഴ്ച അതെപ്പോഴാ? ചിലപ്പോ സലാം വീട്ടിട്ട് രണ്ടാമത്തെ സലാം റോഡിലായിരിക്കും, വഴക്ക് പോലും ഇരിക്കത്തില്ല. എങ്ങനെ വഴന്നേക്കുന്നത്? ആകെ ആഴ്ച കിട്ടുന്ന വഴല. ആ വഴലിൽ തന്നെ പല
നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഒരാഴ്ചയിൽ ഏതെങ്കിലും ഖതീബ് ഉസ്താദ് മാറി മാറി ഇങ്ങനെ പറയുമ്പോ ഒരു വിഷയം കുടുംബജീവിതം അല്ലെങ്കിൽ ഭാര്യമാരോട് എങ്ങനെ വർദ്ധിക്കണം, ആ ഉപദേശങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു ഹദീസുണ്ട്. ഏത് ഹദീസാ? അയ്യുമംറഅത്തിൻ ബാത്തത് വസൗജുഹാ അൻഹാ ഗളബാൻ ലഅനത്ഹാ മലായികത്തുർ റഹ്മാനി ഹത്താ തുസ്ബിഹാ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പിണക്കത്തിന്റെ അനിവാര്യമായ ഘട്ടങ്ങളിലോ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഇടം പിടിക്കേണ്ട ഒരു ഹദീസ ഞാൻ പറഞ്ഞത്. അയ്യുമംറഅത്തിൻ ബാത്തത് വസൗജുഹാ അൻഹാ ഗളബാൻ ലഅനത്ഹാ മലായികത്തുർ റഹ്മാനി ഹത്താ തുസ്ബിഹാ നബി മുഹമ്മദ് മുസ്തഫ. സലാത്തിനൊക്കെ പവർ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു പെൺകൊടി സ്വന്തം റസൂലുള്ളാഹി വരെ കഴിഞ്ഞുകൂടിയാലും അള്ളാന്റെ മലക്കുകൾ ആ പെണ്ണിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിലും എളന്നൂരിലെ മട്ടന്നൂരിൽ എന്ന് പ്രിയപ്പെട്ട പെണ്ണുകളെ, മലക്കുകളുടെ ശാപം താങ്ങാൻ നിങ്ങൾക്ക് ത്രാണിയുണ്ടോ പെണ്ണുമോള്? ഒരിക്കലുമില്ല. അതുകൊണ്ട് മലക്കുകളുടെ ശാപം വിളിച്ചു വരുത്തണ്ട. സ്വന്തം ഭർത്താവിനെ അനുസരിച്ചോ, സ്തുതിച്ചോ, കൃത്യമായി വേഷം ധരിച്ചോ, ഒരു ഉത്തമ കുടുംബിനിയായി മാറിക്കോ. അല്ലാഹു അനുഗ്രഹം ചെയ്യും, യാതൊരു തർക്കവുമില്ല. റബ്ബ് രണ്ടാമത്തെ ഘട്ടം പറയുകയാ, വല്ലാത്തീ തഖാഫൂന നുശൂസഹുന്ന ഫഅ്ലൂഹുന്ന വഹജറൂഹുന്ന ഫീൽ മളാജിഇ. ഈ പറഞ്ഞ ഉപദേശമൊക്കെ കല്ലിൽ വീണ വെള്ളം പോലെ തെറിച്ചുപോയി. അങ്ങനെ യേശൂല. ചില പെണ്ണുങ്ങൾ അങ്ങനെയാ, മനസ്സിലായോ? ഭർത്താക്കന്മാരെ ചൊൽപ്പടിയിൽ നിർത്തി പഠിച്ചിട്ടുള്ള പെണ്ണുങ്ങളോ കളയൊന്നുമില്ല, പാവങ്ങളല്ല, ഇളം മനസ്സുകളായ പാവങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. നാട് തന്നെ ആ പേര് തന്നെ നോക്കിക്കുക, എന്തോ ഒരു ഇളഞ്ഞു, ആ വാക്കി തന്നെ ഒരു താഴ്മയാണ്. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളും പാവങ്ങളാ. കണ്ട സ്വർണ്ണമൊക്കെ ഇങ്ങനെ തന്നോണ്ടേയിരിക്കും, അള്ള ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഭാര്യമാരുടെ അവകാശം അതെന്താ? ഞങ്ങൾ പറയണമെന്ന് ഭർത്താവ് കേൾക്കണം, അത്രയ്ക്കെന്താ? അതൊരു ധാരണ പുറത്ത് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും പെണ്ണിന്റെ വാക്ക് ചില സന്ദർഭത്തിൽ നല്ലതല്ല. പെൺബുദ്ധി എന്ന് പറയുന്ന സംഗതി എല്ലാത്തിലുമല്ല. അള്ളാന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ കുടുംബത്തിലെ പല കാര്യങ്ങളും മുഷാവർ അഥവാ പരസ്പരം ആലോചിച്ചിരുന്നു. ഉപ്പ് വാങ്ങണമെങ്കിൽ പോലും അത് ഏത് പീടിയിൽ നിന്ന് വാങ്ങണം എന്ന വിഷയം പോലും സ്വന്തം ഭാര്യയോട് ഒരു ഉത്തമ കുടുംബത്തിന്റെ മാതൃക വരച്ചു കാട്ടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷാവറ ചെയ്തതായി ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില അഭിപ്രായങ്ങളൊക്കെ വിലയ്ക്ക് എടുക്കണം. പക്ഷെ ചിലതിൽ ഹദീസിൽ കാണുന്നത് പോലെ ലൗലാ ഹബ്ബാഉ ലമാ അസത്തിൽ ഇംറഅതു സൗജഹ. ഹബ്ബാ റളിയല്ലാഹു അൻഹാ പഴം പറിക്കാനുള്ള പ്രേരണ കൊടുത്തു എന്ന ഒരൊറ്റ പാതകമാ ലോകത്തുള്ള പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരുടെ അനുസരണക്കേട് കാണിക്കാൻ കാരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാംസം കേടായി എന്ന് നിക്ഷാന്റെയും ഗോദ്രജിന്റെയൊക്കെ ഒരുപാട് കമ്പനിയാണ് അല്ല ഷോറൂം. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് ഫ്രിഡ്ജുകളൊക്കെ അവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോ മാംസമൊക്കെ കേടാതെ വെക്കുന്ന കാരണം എന്താ? ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കേടായി പോകും. അത് ബനൂ ഇസ്രായേൽ ഉണ്ടാക്കി ഒരു കുരുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. അവർക്ക് അള്ളാഹു മന്നും സൽവയും ഫ്രീ ആയിട്ട് ആകാശത്ത് നിന്ന് കൊടുക്കുന്ന അമ്മക്ക് കാണും കിട്ടിയെങ്കിൽ പടച്ചോനെ ജോലിക്ക് പോകാതെ നമ്മൾ ചാരി ഇരുന്ന് കഴിച്ചോനെ. ഇത് എന്തോ ഒരു ബനൂ ഇസ്രായേൽ ഇത്ര നന്ദി കേട്ടോര്. എന്നിട്ട് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ലാ തദ്ഖിറു, നാളത്തേക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യരുത്. കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചി, കാടയെന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികളുടെ വായിൽ ഇങ്ങനെ വെള്ളം ഊർന്നുണ്ട്. അപ്പോ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചിയിൽ ഫ്രീ ആയിട്ട് തേൻ എടുക്കാൻ എങ്ങും പോണ്ട. തേൻ നീച്ചയുടെ ഒരു കുത്തും കൊള്ളുണ്ടാവും. രാവിലെ വെളിയിറങ്ങുക, ഇലകളുടെ പുറത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, എടുക്കുക, തിന്നുക, പൊരിച്ചിറച്ചി ഇങ്ങനെ ആകാശത്ത് നിന്ന് വന്നോണ്ടിരിക്കുക. എന്ത് സുഖ!
ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്ക് എല്ലി കുത്തി, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ എല്ലി കുത്തി. അങ്ങനെ ഒരു പണിയില്ല. 1-2 വിദ്വാന്മാര് നാളത്തേക്ക് കിട്ടിയില്ലെങ്കിലും അടുത്ത് സ്റ്റോക്ക് ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നാളത്തേക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തത് മാംസം കേടായി പോകും. പിറ്റേന്ന് മുതൽ മാംസം കേടാൻ തുടങ്ങി. അതുവരെ ഒരു മാംസം കേടാവില്ലായിരുന്നു. നല്ല മോൻ ഇതുവരെ വാഴ പറയണം കേട്ടോ. പിന്നീട് നോക്കി അന്തസ്സായിട്ടൊന്ന് നോക്കുന്ന നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലിന്റെ ആ ഒരു അപക്വമായ നിലപാടുകൊണ്ട് മാംസം കേടാവുകയും പെൺകുട്ടികളുടെ തുടക്കക്കാരി ബീബി ഹവ്വ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പഴം പറിക്കാൻ പ്രേരിപ്പിച്ചതുകൊണ്ടോ ഭർത്താക്കന്മാരോട് പലപ്പോഴും വളഞ്ഞ വഴി പെണ്ണുങ്ങൾ സ്വീകരിക്കാൻ കാരണവുമായി നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ ചിലതിൽ അതാ പറഞ്ഞ, ചിലതിൽ ഭർത്താക്കന്മാര് ഭാര്യമാര് പറയുന്നതിന് എതിര് ചെയ്യണം. ചിലതില് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അവരുടെ വിശ്വാസത്തിന് എടുക്കണം. പണ്ടൊരാൾ തെങ്ങി കയറിയ നാടെന്ന് എനിക്കറിയില്ല. തെങ്ങി കയറിയപ്പോ അകത്ത് മടലെന്ന് പറയാത് അല്ലെ, മടല. ആ മടലില് അകംഭാഗം ഇങ്ങനെ പിടിച്ചാൽ ഭർത്താവ് വീഴുകാന്ന് എഴുതിയിട്ട് ഭാര്യ താഴെ വിളിച്ചു പറഞ്ഞു അകത്ത് പിടിച്ചോ എന്ന് പറഞ്ഞ്. ഭർത്താവ് പുറത്ത് പിടിച്ചു പൊത്തോന്ന് പറഞ്ഞ് ആഴ വീഴും. കാരണം പുറത്ത് കളയി പോകും. പക്ഷെ അകത്ത് പിടിച്ചെങ്കിൽ അകത്ത് കരിമൂർക്കനുണ്ടായിരുന്നു. കൊത്തും കിട്ടിയ ആളും താഴെ പോയില്ല. ഞാൻ ഇറങ്ങിയിട്ട് നോക്കുമ്പോ പാമ്പിന് ഇറങ്ങിയ നേരത്തെ ഭർത്താവ് പറഞ്ഞു, എടി ഇതാ പറഞ്ഞത്, പെണ്ണുങ്ങൾ പറയണത് മൊത്തം കേൾക്കുന്നത് നടുവേ പോയുള്ളൂ, ഞാൻ മൊത്തത്തിൽ പോയനേന്ന്. ഇപ്പൊ ചിലതിലൊക്കെ കേൾക്കണ്ട, ചിലതിൽ കേൾക്കണം. പറഞ്ഞല്ലോ, കുടുംബത്തിന്റെ അകത്തളത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പലതും ആലോചിച്ച് ചെയ്യുമായിരുന്നു. അത് നല്ലൊരു കുടുംബത്തിന്റെ ഒരു ഉദാത്തമായ ഒരു സമീപനമാണ്. അപ്പോ അങ്ങനെയുള്ള സ്വഭാവം, ഭർത്താവിനോട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ അവന്റെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത പെണ്ണോ, ഈ പറയുന്ന എത്ര വേള കേട്ടാലും എത്ര സീഡികള് പാറക്കുസ്താന സീഡികളോ അല്ലെങ്കിൽ പ്രസിദ്ധമായ കുറെ സീഡികൾ ഇപ്പൊ ഉണ്ടല്ലോ, ഇതെല്ലാം ഏതൊക്കെ കേൾപ്പിച്ചാലും ശരി, അതൊക്കെ അവര് അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് എന്റെ റൂട്ട് മനസ്സിലായോ. ഏതെല്ലാം രൂപത്തിൽ എത്ര മാധ്യമങ്ങളാ ഇപ്പൊ വഴി കേൾപ്പിക്കാൻ. അങ്ങനെ മനസ്സ് അനങ്ങാത്ത കുലുങ്ങാത്ത പെണ്ണുങ്ങളുണ്ടെന്നല്ലയാ പറഞ്ഞു. അല്ലാഹു പറയുന്നു, കിടപ്പറയിൽ നിന്നും നീ മാറ്റി കിടപ്പിക്കോ. സ്കരിക്കാത്ത പെണ്ണ് നിന്നോടൊപ്പം കിടന്നാൽ അവൾക്ക് ഇറങ്ങുന്ന ശാപം നിനക്കും ഗ്രസിക്കും നബി മുഹമ്മദ് മുസ്തഫ. അടുത്ത മുറിയിലിട്ട് പൂട്ടി ചാവി എടുത്ത് പടച്ചോനെ, അവള് ഏതെങ്കിലും ഒന്നാമത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, സീരിയലിന്റെ യുഗ ഒന്ന് എഴുതി രണ്ടാമത്തേനെ കഴുത്തിൽ സാധനം ഇടുന്ന ഒരു കാലമായിരുന്നു. ഇതെല്ലാം മറ്റേത് പഠിപ്പിച്ചോണ്ടിരിക്കുക സീരിയലുകൾ. അതുകൊണ്ട് അടുത്ത മുറിയിട്ട് പൂട്ടികളായിരുന്നു. പടച്ചോനെ രാവിലെ സമാധാനം പറയേണ്ടി വരും. ഇതൊക്കെ മുൻകൂട്ടിയിട്ട് ഇതെല്ലാ കളിയും ഇവിടെ ഓരോന്നറിയാം, സീരിയലും അതും ഇതൊക്കെ ഓരോന്നറിഞ്ഞിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു. ഒറ്റ മുറി തന്നെ കിടത്തിയാൽ, പക്ഷെ ബെഡ് മാറ്റി കിടത്തണം. അല്പമെങ്കിലും മാന്യതയുള്ള ഉത്തമ കുടുംബം ആഗ്രഹിക്കുന്ന ഒരു കുടുംബിനിയുടെ മനസ്സുണ്ടല്ലോ, അവളുടെ മനസ്സെന്ന് വെന്തുപോയി നീറിപ്പോയി. അല്ലാ, എനിക്കൊപ്പം ചോരന്തെന്ന് എന്റെ ഭർത്താവാണോ പറയുന്നത്? ഇന്നലെ വരെ 18 വർഷമായി, 23 വർഷമായി ഞാൻ നിസ്കാരം 1 മാസം കൊണ്ട് മുടക്കിക്കളഞ്ഞ റബ്ബേ, എന്റെ ഭർത്താവ് എന്നോട് കോപിഷ്ഠനാണ്. എത്ര പറഞ്ഞിട്ടും ഞാൻ നിസ്കരിച്ചില്ല. എന്റെ വരക്കുകൾ എനിക്കെതിരെ ശാപവാക്ക് ചൊരിയുമ്പോ, എന്റെ ഭർത്താവിനോട് ഇതാ വെറുപ്പ് കാണിക്കുമ്പോ ഞാൻ ഈ നിമിഷം മരിച്ചു പോയാൽ ആഖിറത്തിൽ എന്റെ അവസ്ഥ എന്താകും? ആ പെൺകൊടി ഉറപ്പായിട്ടും പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തിരിച്ചു വരുമെന്ന മനഃശാസ്ത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയാമടാ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞതോ, രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് അതിന്റെ മാർഗം ഇതാണ്, അടുത്ത വിരിപ്പിലേക്ക് അങ്ങ് മാറ്റി കിടത്തിക്കോ. പക്ഷെ അതിന് ചില പെണ്ണുങ്ങൾ വീഴത്തില്ല. അങ്ങേരെ ഇവിടെ കിടന്നുറങ്ങണ്ടോ, മനുഷ്യന്റെ സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ കൊതുകടി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആദ്യം അനുസരിക്കാത്ത പെണ്ണുങ്ങളുണ്ട്, അവരെയും അല്ലാഹു കണ്ടു. അല്ലാഹു പറയുന്നു, തീർച്ചയായിട്ടും ഇങ്ങനെ ഉപദേശം കൊടുത്തു കിടപ്പറ ബഹിഷ്കരിച്ചു അനുസരിക്കാത്ത പെണ്ണോ കുടുംബത്തിന്റെ ഉത്തമ പങ്കാളിയല്ല. കേട്ടോ, പങ്കാളിയല്ല, അവൾക്കടി വാജിബാ. അടിച്ചോ. ചില യുവാക്കളൊക്കെ
മാഷൊക്കെ ഉഷാറാവുന്നുണ്ട്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. റബ്ബേ വെഞ്ഞാറുണ്ട് തിരുവനന്തപുരത്ത് ഉസ്താദെന്ന് പറഞ്ഞ് അടിച്ചോളാം. റബ്ബേ നാളെ നിങ്ങൾ പഠിച്ച ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് കാപ്പിക്കിട്ട് ചവിട്ടി കൊടുക്കരുത് റബ്ബേ. പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ടല്ലോ വല്ല പരിഹാരത്ത് പോയ പരിഹാരമൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ തോന്നി.